الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും നാഥൻ കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരിൽ
പ്രമുഖനായ ഒരാളായിരുന്നു അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അൽ ഫിഹ്രി എന്ന് പറയുന്നയാൾ. അദ്ദേഹം തുനീഷ്യയിലെ ഖൈറുവാൻ പ്രദേശത്തുകാരനായിരുന്നു. അവിടെ നിന്ന് പിന്നീട് മൊറോക്കോയിലെ ഫാസ് പട്ടണത്തിലേക്ക് ഹിജ്റ ചെയ്യുകയും അവിടെ താമസമാക്കുകയും ചെയ്തയാളാണ് അദ്ദേഹം. അതിസമ്പന്നനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനാകെ 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, ഫാത്തിമയും മറിയവും. ഇമാം ഫഹരി, ഷെയ്ഖ് ഫഹരി ഫാസിലെത്തിയതിനു ശേഷം അധികകാലം ജീവിക്കാൻ ആയുസ്സില്ലാതെ വഫാത്തായി പോവുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് അതിസമ്പന്നനായ പിതാവിൽ നിന്ന് വലിയ അളവിലുള്ള സ്വത്ത് അനന്തരാവകാശമായി മക്കളായ ഫാത്തിമക്കും മറിയമിനും ലഭിച്ചു. ഈ കിട്ടിയ സ്വത്ത് ശരിയായ വഴിയിൽ തങ്ങളുടെ പിതാവിന്റെ സ്മരണ നിലനിർത്തും വിധം ജാരിയായ സ്വതക്കയായി വിനിയോഗിക്കണമെന്ന് ആ 2 പെൺമക്കളും തീരുമാനിച്ചു. അതിൽ മുന്നിൽ നിന്നത് ഫാത്തിമയാണ്. ഫാത്തിമ ഫാസ് നഗരത്തിൽ തലയെടുപ്പുള്ള ഒരു പള്ളി നിർമ്മിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അവരതിനുള്ള സ്ഥലം വാങ്ങി സമീപത്തുള്ള വയലുകൾ അവരതിനു വേണ്ടി വില കൊടുത്തു വാങ്ങി. എന്നിട്ട് ആ മണ്ണിൽ തലയെടുപ്പുള്ള ഒരു ജാമ്യ, ഒരു പള്ളി നിർമ്മിക്കാൻ അവർ തന്നെ മുൻകൈയെടുത്തു. വലിയ എക്സ്പീരിയൻസ് ഉള്ള നിർമ്മാണ മേഖലയിലുള്ള ഒരു വ്യക്തിയെ പോലെ അവർ നേരിട്ട് തന്നെ ആ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്നതാണ് ചരിത്രം. എന്ന് മാത്രമല്ല, പള്ളിയുടെ നിർമ്മാണത്തിന് പള്ളിക്ക് വേണ്ടി വാങ്ങിയെടുത്ത സ്ഥലത്തു നിന്നല്ലാതെ ഒരു നിർമ്മാണ വസ്തുക്കളും എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് പ്രത്യേകമായ രീതിയിൽ കിണറുകൾ കണക്കെ മണ്ണിൽ ആഴത്തിൽ കുഴിച്ച് അതിൽ നിന്ന് മണ്ണും മണലുമൊക്കെ പുറത്തെടുത്ത് അങ്ങനെ ലഭ്യമായ മികച്ച നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പണി അവർ മുന്നോട്ട് നീക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു സൽക്കർമ്മം എന്നുള്ള നിലക്ക് അതിന് ആക്കം കൂട്ടും വിധത്തിൽ ആ പണി തുടങ്ങി അത് പൂർത്തീകരിക്കുന്നത് വരെയുള്ള കാലം അവർ നോമ്പെടുത്തു കൂടുകയും ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ദീർഘമായ 18 വർഷക്കാലം ആ പള്ളിയുടെ പണി ആരംഭിച്ചത് അവസാനിക്കുന്നത് വരെ പകൽ സമയങ്ങളിൽ നോമ്പെടുത്തുകൂടി ആ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിപുലമായ സ്വഭാവത്തിൽ ആ പള്ളി നിർമ്മിക്കപ്പെട്ടതോടുകൂടി
പിന്നീടത് കേവലം ആരാധനകൾക്കുള്ള ഒരു പള്ളിയായി പരിമിതപ്പെടുത്തുന്നതിന് പകരം ഇസ്ലാമിലെ പള്ളിയുടെ എല്ലാ സ്വഭാവ മഹിമകളും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജാമിഅയിൽ നിന്ന് ജാമിഅയിലേക്കുള്ള ഒരു പരിവർത്തനം സംഭവിച്ചു. അറബി ഭാഷയിൽ ജാമിഅ എന്ന് പറഞ്ഞാൽ ജുമുഅ നടക്കുന്ന പള്ളിക്കാണ് അങ്ങനെ പറയുക. ആ പ്രയോഗം അതിന്റെ പുല്ലിംഗ പ്രയോഗത്തിൽ നിന്ന് സ്ത്രീലിംഗ പ്രയോഗത്തിലേക്ക്, മുദക്കറിൽ നിന്ന് മുഅന്നസിലേക്ക് മാറിയാൽ പിന്നെ അത് ജാമിഅ എന്നാവുകയും അത് പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു സർവകലാശാല എന്ന അർത്ഥം സ്വീകരിക്കുകയും ചെയ്യും എന്നതാണ് ആ പദപ്രയോഗത്തിന്റെ അത്ഭുതം. വളരെ വൈകാതെ തന്നെ ജാമിഉൽ ഖറവിയ്യീൻ എന്ന് പറയുന്ന ഫാത്തിമ അൽ ഫഹ്രിയ എന്ന പ്രതിഭാശാലിയായ വനിത തന്റെ സ്വന്തം പണം കൊണ്ടുണ്ടാക്കിയ ജുമുഅത്ത് പള്ളി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഒരു മഹാസർവകലാശാലയായി പരിവർത്തിക്കപ്പെട്ടു. പള്ളിയിലുടനീളം വിവിധ ഭാഗങ്ങളിൽ ചെയറുകൾ, കുർസികൾ, ആ ചെയറുകളിൽ ഉപവിഷ്ടരാകുന്ന മഹാപണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് ചുറ്റും വിദ്യ തേടി ഒരുമിച്ചു കൂടുന്ന വിദ്യാർത്ഥികൾ മൊറോക്കോയിൽ നിന്നും അൾജീരിയയിൽ നിന്നും തുണീഷ്യയിൽ നിന്നും മറ്ററബ് രാജ്യങ്ങളിൽ നിന്നും മാത്രമല്ല യൂറോപ്പിൽ നിന്ന് വരെ വിദ്യ തേടി ജാമിഉൽ ഖറവിയ്യീനിൽ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അവിടെ പഠിപ്പിക്കപ്പെട്ടത് സ്വാഭാവികമായും ദീനീ പഠനങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. ഫിഖ്ഹ് ചെയറുണ്ട്, അവിടെ തഫ്സീർ ചെയറുണ്ട്, ഹദീസ് ചെയറുണ്ട്. ദീനീ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ചെയറുകൾ അവിടെയുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഗണിതശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഭൗതികശാസ്ത്രവും സാഹിത്യവും ഗോളശാസ്ത്രവും ഒക്കെ പഠിപ്പിക്കുന്ന ചെയറുകളുള്ള ലോകത്തെ ലക്ഷണമൊത്ത ഒന്നാമത്തെ സർവകലാശാല ജാമിഅത്തുൽ ഖറവിയ്യീൻ. യുനെസ്കോയുടെയും ഗിന്നസ് റെക്കോർഡ് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെയും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെയും കണക്കിൽ അഖ്ദമുൽ ജാമിഅത്തി ഫിൽ ആലം, ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സർവകലാശാല എന്ന പേരിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ജാമിഅത്തുൽ ഖറവിയ്യീൻ. എങ്ങനെയാണ് വിഖ്യാതമായ ആ യൂണിവേഴ്സിറ്റിയിലൂടെ കടന്നുപോയവരെ നമ്മൾ പരിശോധിച്ചാൽ അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ലോകത്ത് വിവിധ മേഖലകളിൽ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള, അത്യത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ മാത്രമല്ല, ഭൗതിക ശാസ്ത്രങ്ങളിൽ, ഭൗതിക വിജ്ഞാനീയങ്ങളിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച, മെഡിസിനിൽ, ഗണിതശാസ്ത്രത്തിൽ, ഗോളശാസ്ത്രത്തിൽ, നാച്ചുറൽ സയൻസസിൽ ഒക്കെ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മഹാരഥന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള, ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിഖ്യാതമായ സ്ഥാപനമാണത്. ആ സ്ഥാപനം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിന്റെ ചരിത്രമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ജാമിഅത്തുൽ ഖറവിയ്യീനെ കുറിച്ച് അൽ ജസീറ ചെയ്തിട്ടുള്ള ചെറിയ സമയമുള്ള ഒരു ഡോക്യുമെന്ററിയുണ്ട്. ലോകത്തെ പൗരാണികമായ യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് അതിന്റെ തുടക്കത്തിലുള്ള വോയിസ് ഓവർ പറയുന്നത് ഇങ്ങനെയാണ്: ആ നിറഞ്ഞു കവിഞ്ഞ്
അത് ഫാത്തിമ അൽ ഫിഹ്രിയ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് ലോകത്തുള്ള ആ രാജ്യത്തിൽ കടന്നു വന്നിട്ടുള്ള ഭരണാധികാരികൾ അതിനെ ഏറ്റെടുക്കുകയും അത് എത്ര അളവിലാണ് രാജ്യത്തിന്റെ ഒരു പ്രശസ്തിയും രാജ്യത്തിന് അതുവഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയോജനങ്ങളും എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുകയും വലിയ താല്പര്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത് വന്നിട്ടുള്ള ഭരണാധികാരികൾ. ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗമായി, ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള വിവിധ രാജവംശങ്ങളിൽപ്പെട്ട ഭരണാധികാരികൾ അതിനെ ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഖറവിയ്യീൻ യൂണിവേഴ്സിറ്റിയുടെ പ്രിമൈസിസിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അൽ ജസീറയുടെ ആ ഡോക്യുമെന്ററിയുടെ വോയിസ് ഓവർ പറയുന്നത് എങ്ങനെയാണ്? ഹുനാ നവത് ഇംറഅത്തുൻ മിനൽ ഖൈറുവാൻ, ഇവിടെയാണ്, ഈ മണ്ണിലാണ് ഖൈറുവാനിൽ നിന്നുള്ള ഒരു വനിത അവരുടെ നിയ്യത്ത് വെച്ചത്, അവരുടെ ഉദ്ദേശം ഇവിടെയാണ് അവർ വെച്ചത്, അവർ ലക്ഷ്യം വെച്ചത് ഈ മണ്ണിനെയാണ്. എന്നിട്ട് എന്നിട്ട് ഇവിടെ അവർ ഭൂമി വാങ്ങി, എന്നിട്ട് അവർ ആ മണ്ണിൽ സ്വന്തം പിതാവിന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി ഈ മണ്ണിലാണ് അവർ അവരുടെ മനസ്സിലെ ഏറ്റവും മഹത്തായ ഒരു സ്വപ്നത്തിന് വിത്ത് പാകിയത്. ആ വിത്ത് വളർന്നാണ് പിന്നീട് ഈ കാണും വിധം ആദ്യം ഒരു ജുമുഅത്ത് പള്ളിയിലേക്കും ആ ജുമുഅത്ത് പള്ളിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ലോകത്തെ ഏറ്റവും പൗരാണികമായ ഒരു സർവകലാശാലയിലേക്കും ആ സ്വപ്നം വളർന്നു വന്നത്. എന്നിട്ട് അവിടെ ഉദ്ധരിക്കുന്ന ഒരു കാര്യം ഇബ്നു ഖൽദൂൻ രേഖപ്പെടുത്തിയതുപോലെ, ഇബ്നു ഖൽദൂൻ ആരാണെന്ന് നമുക്കറിയാം. ചരിത്രത്തിലെ വിഖ്യാതനായ മോഡേൺ സോഷ്യൽ സയൻസിന്റെ ആചാര്യൻ എന്ന് ലോകം അംഗീകരിക്കുന്ന മഹാനായ മുസ്ലിം പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത്. ഇബ്നു ഖൽദൂൻ ജാമിഅത്തുൽ ഖറവിയ്യന്റെ ഭാഗമാണ്. ഇബ്നു ഖൽദൂൻ ജാമിഅത്തുൽ ഖറവിയ്യനിൽ അധ്യാപനം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇബ്നു ഖൽദൂൻ ഫാത്തിമ അൽ ഫഹ്രിയ എന്ന മഹദി ചെയ്തിട്ടുള്ള ജാമിഅത്തുൽ ഖറവിയ്യന്റെ നിർമ്മാണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഅന്നഹാ നബ്ബഹത് അസായിബൽ മുലൂകി ബഅദഹാ, തനിക്ക് ശേഷം വരാനിരിക്കുന്ന രാജാക്കന്മാരുടെ ഇച്ഛാശക്തിയെ തൊട്ടുണർത്തുകയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് രൂപം നൽകുന്നതിലൂടെ അവർ ചെയ്തിട്ടുള്ളത് എന്നതാണ്. അത് ഇബ്നു ഖൽദൂന്റെ വചനമാണ്. പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഉമ്മത്തിലെ ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയെ തൊട്ടുണർത്തും വിധം ഇസ്ലാമിക ലോകത്ത്, അറബ് ലോകത്ത് വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രാധാന്യത്തെ മുഖവിലക്കെടുക്കാൻ രാജാക്കന്മാരെ, ഭരണാധികാരികളെ നിർബന്ധിതരാക്കും വിധം ഉള്ള ഒരു മഹാസമുച്ചയം ആണ് അവർ സംഭാവന ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇബ്നു ഖൽദൂന്റെ നിരീക്ഷണം. ജാമിഅത്തുൽ ഖറവിയ്യീൻ, അതിനുശേഷം വന്നിട്ടുള്ള ജാമിഅത്തുൽ സൈത്തൂന, അതിനുശേഷമുള്ള ജാമിഅത്തുൽ അസ്ഹർ, ഇതൊക്കെയും ഇസ്ലാമിക ലോകത്ത് മാത്രമല്ല ലോകത്ത് മൊത്തത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ മഹാഗോപുരങ്ങളായി നിലകൊള്ളുന്നത് എങ്ങനെയാണെന്നും ആ വിദ്യാഭ്യാസത്തിന്റെ മഹാഗോപുരങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ
നമുക്ക് ദീർഘമായ വായനയിലൂടെയും പഠനത്തിലൂടെയും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ വിപുലമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം, അറിവ് നേട്ടം എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ദുനിയാവാണ് ആവശ്യമെങ്കിൽ ദുനിയാവ് നേടാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജ്ഞാനമാണ്, അറിവാണ്. നിങ്ങൾക്ക് ആഖിറത്താണ് ആവശ്യമുള്ളതെങ്കിൽ ആഖിറത്തിൽ വിജയിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ളത് അറിവാണ്, ജ്ഞാനമാണ്. നിങ്ങൾ ദുനിയാവും ആഖിറത്തും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് രണ്ടും നേടിയെടുക്കുവാനുമുള്ള മരുന്ന് അറിവാണ്, ജ്ഞാനമാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ആശങ്കകൾക്ക് നടുവിൽ ഭൂമിയിലേക്ക് തന്റെ പ്രതിനിധിയായി പടക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ യോഗ്യത നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ഈ പരീക്ഷണം പാഴായി പോവുകയില്ല, ഭൂമിയുടെ പരിപാലനത്തിന് വേണ്ടി ഞാൻ എന്റെ ഖലീഫയായി പടക്കുന്ന മനുഷ്യൻ എന്ന പരീക്ഷണം പാഴായി പോവുകയില്ല എന്ന് മലക്കുകളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ മനുഷ്യനെ ഭൂമിയിലെ ഖിലാഫത്ത് എന്ന് പറയുന്ന പദവി അലങ്കരിക്കാൻ യോഗ്യനാക്കാൻ അള്ളാഹ് എന്താണ് ചെയ്തത് എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്നിടത്തു നിന്നാണ് അത് ആരംഭിക്കുന്നത്. ആദമിനെ എല്ലാം പഠിപ്പിച്ചു അള്ളാഹു എന്നതാണ്. ആ തഅലീമിൽ നിന്നാണ്, ആ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ നിന്നാണ് മനുഷ്യന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് എന്നത് ഖുർആനികമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശമാണ്. അതല്ലാതെ നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര അനിവാര്യവും എത്ര പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് എന്ന്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും സമുദായത്തെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ മുന്നോട്ട് ഗമിക്കാനുള്ള, പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള ഒരേ ഒരു മാർഗം, അതിനുള്ള ഒരേ ഒരു കയ്യിലുണ്ടായിരിക്കേണ്ടുന്ന മരുന്ന് എന്ന് പറയുന്നത് അറിവാണ്, ജ്ഞാനമാണ്. അതിനാവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസത്തെ നമ്മളിപ്പോൾ ചെറിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. നമ്മുടെ അടിസ്ഥാന ജീവിതാവശ്യങ്ങളുടെ കൂട്ടത്തിൽ, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പാർപ്പിടത്തിന്റെയും കൂട്ടത്തിൽ നാലാമതായി വിവേകമുള്ള മനുഷ്യർ, സംസ്കാരമുള്ള മനുഷ്യർ എണ്ണിപ്പോരുന്ന കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിന്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി സർക്കാരുകൾക്കാണ്. സർക്കാരുകൾ അത് നിർവഹിക്കേണ്ടതാണ്. പക്ഷേ സർക്കാരുകൾ പല കാരണങ്ങളാൽ, അതിലേറ്റവും പ്രധാനമായി അനീതിയെ അടിസ്ഥാനമാക്കി, വിവേചനത്തെ അടിസ്ഥാനമാക്കി ഒക്കെ സർക്കാർ അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുന്നു എന്ന് വന്നാൽ എങ്കിൽ പിന്നെ വേണ്ട എന്ന് വെക്കാൻ പറ്റുന്നതല്ല മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. വ്യക്തിപരമായും സാമുദായികമായും സാമൂഹികമായും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് ചുവടുവെക്കേണ്ടി വരും. വലിയ ത്യാഗങ്ങൾ ഉണ്ടാകേണ്ടി വരും. ചില മനുഷ്യർ ദീർഘവീക്ഷണത്തോടുകൂടി ഫാത്തിമ അൽ ഫഹ്രിയെ പോലെ ചുവടുവെക്കുമ്പോഴാണ് ഈ മേഖലയിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്, വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭൗതികതയിൽ അഭിരമിക്കുന്നതിന് പകരം നമ്മുടെ ഭക്ഷണം, നമ്മുടെ സുഖകരമായ പാർപ്പിടങ്ങൾ, നമ്മുടെ സ്വസ്ഥതയുള്ള, നമുക്ക് സ്വസ്ഥത നൽകുമെന്ന് നമ്മൾ കരുതുന്ന ജീവിത സൗകര്യങ്ങൾ, വാഹനങ്ങൾ, പണത്തിന്റെ കുന്നുകൂടലുകൾ, ഇതൊക്കെയാണ് ജീവിതത്തിൽ പ്രധാനം എന്ന് വിചാരിക്കുന്നതിന് പകരം വ്യക്തികൾക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ ഗുണപരമായ നേട്ടങ്ങൾ കൊയ്തു തരുന്ന സംവിധാനങ്ങളെക്കുറിച്ച്, അതിനുള്ള സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിലേക്ക് ദീർഘദർശിത്വത്തോടുകൂടി ചുവടുവെക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അതിന് നമുക്ക് പലതും ആവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് വിഷനറിയാണ്. അത്തരത്തിലുള്ള എന്ത് വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോഴും കൂട്ടായ പരിശ്രമങ്ങളിലൂടെ നന്നായി ആലോചിച്ച് ചുവടുവെക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിഷൻ തെറ്റാതിരിക്കുക, അതിനുള്ള മിഷനും തെറ്റാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് വിജയിപ്പിച്ചെടുക്കാനുള്ള മനുഷ്യവിഭവശേഷി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ചുവടുവെപ്പുകളിൽ വളരെ പ്രധാനമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതാവശ്യമാണ്. അതില്ലെങ്കിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോകും, കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്താതെ പോകും. അങ്ങനെ സംഭവിക്കുന്നതിനെ കരുതിയിരിക്കണം എന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായി നമ്മൾ വ്യയം ചെയ്ത് നമ്മൾ അറിഞ്ഞ് ചെലവഴിച്ച് മുന്നിട്ടിറങ്ങുമ്പോഴാണ് നമുക്ക് തന്നെ ഉപകാരമുള്ള, നമുക്കല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറക്ക് ഉപകാരപ്പെടുന്ന, ദീർഘകാലാടിസ്ഥാനത്തിൽ മരണശേഷവും നമുക്ക് പ്രയോജനം ലഭിക്കുന്ന, നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വിധത്തിലുള്ള, നമുക്ക് അഭിമാന പുളകിതരാകാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ വൈജ്ഞാനിക നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സംരംഭങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവുക എന്നത് നമ്മൾ കരുതിയിരിക്കുക. അത് നമ്മുടെ വ്യക്തിപരമായും സാമൂഹികമായും അതിനേക്കാൾ ഉപരി ദീനീയായ ഒരു താല്പര്യമാണ്, ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഇൽമാകുന്നു. ലോകത്ത് നിലനിൽക്കുന്ന അജ്ഞതകളെ വകഞ്ഞുമാറ്റി, അജ്ഞതകളുടെ അന്ധകാരങ്ങളെ വകഞ്ഞുമാറ്റി അവിടെ പ്രകാശം സ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്ന അള്ളാഹുവിന്റെ ദീനിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ആ ദീനിനെ ഭൂമിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി, പ്രബോധനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന പ്രവാചക പുങ്കവന്മാർ അവർ ഭൂമിയിൽ നിർവഹിച്ചിട്ടുള്ള പണി എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ വിതരണം എന്ന പണിയാണ് എന്നത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ദീനീയായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ള അതിന്റെ വളരെ പ്രായോഗികമായ ഒരു മാതൃകയാണ് അൽ ജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരം എന്ന് പറയുന്നത്. ഈ സ്ഥാപനം എങ്ങനെയാണ് പടുത്തുയർത്തപ്പെട്ടത്, ഏതൊക്കെ അധ്വാന പരിശ്രമങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയുമാണ് സമുദായമെടുത്തിട്ടുള്ള, സമൂഹമെടുത്തിട്ടുള്ള ത്യാഗങ്ങളിലൂടെയും കരുതിവെപ്പുകളിലൂടെയുമാണ് ഇത് രൂപം കൊള്ളുകയും വികാസം പ്രാപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് എന്നും, ഈ ഒരു സ്ഥാപനം കേരളത്തിന്, ഇന്ത്യക്ക്, രാജ്യത്തിന് നൽകിയിട്ടുള്ള വിലമതിക്കാനാവാത്ത സംഭാവനകൾ എത്ര വിപുലമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ബാധ്യതയും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ അധ്വാനമാണ്, വളരെ അനിവാര്യമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തെ നമ്മളെല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കേണ്ടത് എന്നീ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം യഥാവധി നിർവഹിക്കാനുള്ള തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വ കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, ഇന്ന് എന്ത് കയ്യിലുണ്ട് എന്നാലോചിക്കുന്നതിന് പകരം, അങ്ങനെ ആലോചിച്ച് അതിൽ നിർവൃതിയും സമാധാനവും കണ്ടെത്തുന്നതിന് പകരം
നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നാണ്. അങ്ങനെ ആ കരുതിവെപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നാളേക്ക് വേണ്ടിയുള്ള കരുതിവെപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്വദഖത്തുൻ ജാരിയ, സ്ഥായിയായ സ്വദഖകളാണ്. നമ്മുടെ കാലശേഷവും നമ്മുടെ മരണശേഷവും ഈ ഭൂമിയിൽ ജനങ്ങൾക്ക്, ദീനിന്, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു വെച്ചു പോയിട്ടുള്ള സംരംഭങ്ങൾ, സംവിധാനങ്ങൾ. രണ്ടാമത്തത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി എന്നതാണ്. ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അതാണ് എക്കാലത്തേക്കും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മരണത്തിന് ശേഷവും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം എന്നാണ്. അപ്പൊ ഇത് കരുതി വെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ധാരാളം അവസരങ്ങൾ നമ്മളതിന് കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മൂന്നർത്ഥത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു സംരംഭം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് കേരളത്തിലുടനീളം പള്ളികളിൽ ആ ഒരു സംരംഭത്തിന്റെ പരിചയപ്പെടുത്തലും അതിനുവേണ്ടിയുള്ള ജനകീയമായ ഫണ്ട് സമാഹരണവും ആരംഭിക്കുകയാണ്. അൽ ജാമിയ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന വിഖ്യാതമായ ഈ സ്ഥാപനത്തിന്റെ പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു വികാസം എന്നുള്ള നിലക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ള വിപുലമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് നോളജ് വേൾഡ് എന്ന് പറയുന്നത്. ഏറ്റവും അനിവാര്യതയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുകയും കോഴ്സുകൾക്ക് നേതൃത്വം കൊടുക്കുകയും അതുവഴി രാജ്യത്തിന് ഉപകാരമുള്ള, സമുദായത്തിന് ഉപകാരമുള്ള, സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ, സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, പിന്നോക്കമായ മറ്റ് കമ്മ്യൂണിറ്റികളെയും ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് ഈ രാജ്യത്ത് അവകാശങ്ങളും നീതിയും നേടിക്കൊടുക്കാൻ ആവശ്യമാകുന്ന വിധത്തിൽ ഈ രാജ്യത്തെ ഭരണ ഉദ്യോഗ തലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രാപ്തിയുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തെ മുൻനിർത്തി ഉള്ള ഒരു വലിയ പദ്ധതിയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് നോളജ് വേൾഡ് എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ സംരംഭമാണ് ഒരു ലോ കോളേജ് എന്ന് പറയുന്നത്. ആ ലോ കോളേജ് ഇതിനകം അംഗീകാരം നേടി കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ കോളേജിന് വേണ്ടിയുള്ള തറക്കല്ലിടൽ കർമ്മം ബഹുമാന്യനായ പാണക്കാട് മുനവ്വർ അലി തങ്ങൾ നിർവഹിക്കുകയും ചെയ്തതാണ്. ആ ബിൽഡിംഗിന്റെ പൂർത്തീകരണം വളരെ ശ്രമകരമാണ്, വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ്. 8 കോടിയോളം രൂപ അത് പൂർത്തീകരിക്കാൻ ആവശ്യമുണ്ട്. സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്ക് മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി ആ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്നും നാളെയുമായി നമുക്കിടയിൽ വിപുലമായ സ്വഭാവത്തിൽ അതിനുവേണ്ടിയുള്ള ജനകീയമായ ഫണ്ട് സമാഹരണം നടക്കുകയാണ്. ഓൺലൈനായിട്ടാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പൊ അതിൽ ഒരു സദഖ ജാരിയ എന്നുള്ള നീയത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി എങ്ങനെയാണ് നമ്മൾ നമുക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി കരുതി വെക്കേണ്ടത് എന്നതിന്റെ ഒരു മാതൃക നമുക്ക് മുമ്പിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഖുതുബയുടെ തുടക്കത്തിൽ ഫാത്തിമ അൽ ഫഹരിയ എന്ന് പറയുന്ന മഹദിയായ ഒരു വനിത തുടക്കം കുറിച്ച ഒരു മഹത്തായ, ലോകത്തെ വിഖ്യാതമായ ഒരു വിദ്യാഭ്യാസ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കരുതിവെപ്പില്ലാതെ നാളേക്കുള്ള കരുതിവെപ്പ് എന്നുള്ള നിലക്ക്, നാളേക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി കരുതി വെക്കുന്നത്, ഇന്നൊരൽപ്പം സഹിച്ചിട്ടാണെങ്കിലും ത്യജിച്ചിട്ടാണെങ്കിലും നാളേക്ക് വേണ്ടി എന്ന നീയത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഈ സംരംഭവുമായി സഹകരിച്ച് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള ഓൺലൈനിൽ
ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും QR കോഡ് അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിൽ അതേപോലെ തന്നെ പള്ളിയിലൊക്കെ അതിന്റെ QR കോഡൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചുകൊണ്ടൊക്കെ അതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മളിൽ ഇന്ന് ഈ പള്ളിയിൽ വന്നവരിൽ മാത്രം പരിമിതപ്പെടേണ്ടുന്ന ഒരു പ്രൊജക്റ്റ് അല്ല, ഒരു ജനകീയ ഫണ്ട് ശേഖരണമാണ് ഇതിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന നിലക്ക് നിങ്ങൾ അറിയുന്ന സകല മനുഷ്യരിലേക്കും ഈ സന്ദേശം എത്തിക്കുകയും നിർബന്ധിച്ചുകൊണ്ട് നിർബന്ധപൂർവം തന്നെ ഒരു സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടിയുള്ള സമുദായ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു മഹത്തായ പ്രൊജക്ട് എന്നുള്ള നിലക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുകയും സാമ്പത്തികമായി ശേഷിയുള്ളവരും അല്ലാത്തവരുമായ എല്ലാവരും കൊണ്ടും അവരെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് ഈ സംരംഭത്തിലേക്ക് സംഭാവന ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വേണം. സ്വയം വ്യയം ചെയ്യുക എന്നത് മാത്രമല്ല ഇസ്ലാമിൽ പ്രധാനം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാന്റെ മാർഗത്തിൽ വ്യയം ചെയ്യാനുള്ള പ്രേരണ നൽകുക എന്ന് പറയുന്നത്. ആ സൽക്കർമ്മത്തിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കാളികളാവാനുള്ള ഒരവസരമായി ഇതിനെ കാണണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി, ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി, സമുദായ ശാക്തീകരണത്തിന് വേണ്ടി, സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന എല്ലാ ദൗത്യങ്ങളിലും അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം സംവിധാനങ്ങളെയൊക്കെ ദൗത്യങ്ങളെയൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് തയ്യിബ് സറാഹും വജ്അൽ ജന്നത മഅവാന വമഅവാഹും റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا